ഹായ് മക്കളെ, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ വൺ ഷോട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പി ബ്ലോക്കിലെ 6 ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള 6 ഗ്രൂപ്പുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന പാഠം മുഴുവനായിട്ടും ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുകയാണ്. റെഡിയാണല്ലോ അല്ലേ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങേണ്ടത് ഗ്രൂപ്പ് 13 നിന്നാണ്, അതായത് ബോറോൺ ഫാമിലിയിൽ നിന്നാണ്. ബോറോൺ ഫാമിലിയായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ബോറോൺ ഫാമിലിയിലെ മെമ്പേഴ്സ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. റെഡിയല്ലേ? അവിടെ ബോറോൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ് എന്നുള്ള കാര്യവും അലൂമിനിയവും ഗാലിയവും ഇൻഡിയവും താലിയവും നിഹോണിയവും മെറ്റലുകളാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതിൽ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം, അലൂമിനിയവുമായി ബന്ധപ്പെട്ട് അലൂമിനിയം എന്ന് പറയുന്നത് ഏറ്റവും അബണ്ടന്റ് ആയ മെറ്റൽ ആണ് എന്നും ആൻഡ് എലമെന്റുകളുടെ കേസിൽ അത് തേർഡ് മോസ്റ്റ് അബണ്ടന്റ് ആയ എലമെന്റ് ആണെന്നും ഓർത്തു വെക്കുക, അലൂമിനിയം. ഗാലിയം എന്ന് പറയുന്നത് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള എലമെന്റ് ആണ് ഗാലിയം എന്ന് പറയുന്നത്. ഇവ നമ്മുടെ ഉള്ളം കയ്യിലിരുന്ന് പോലും അത് മെൽട്ടായി പോകും. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സ്. റെഡി അല്ലേ? ആൻഡ് നിഹോണിയം റേഡിയോ ആക്റ്റീവ് ആണ് എന്നുള്ള അപ്പോൾ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് നോക്കി. ഇനി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ, ഓർത്തു വെക്കുന്ന ട്രെൻഡുകളൊക്കെ നോക്കിയാൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വന്നാൽ അറ്റോമിക് റേഡിയസ് നമുക്ക് ഓർത്തു വെക്കണം. ആസ് വി നോ, വെൻ വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ അതിൽ ഗാലിയം എന്ന് പറയുന്നവൻ നോർമലി അലൂമിനിയത്തിന് ശേഷമാണ് വരേണ്ടത്. അവൻ എന്ത് ചെയ്യും? അലൂമിനിയത്തിന് മുന്നേ വരുന്നുണ്ട്. അപ്പോൾ ബോറോൺ കഴിഞ്ഞാൽ ഗാലിയമാണ്. ഈ ഓർഡർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അയണൈസേഷൻ എന്തായാലും നമ്മൾ പറയുന്ന സമയത്ത് നോക്കൂ മക്കളെ, ബോറോൺ, താലിയം, ഗാലിയം, അലൂമിനിയം, ഇൻഡിയം. ആൻഡ് അവിടെ ഓർഡർ മാറുന്ന സമയത്ത് നോക്കൂ, ബോറോൺ കഴിഞ്ഞ് താലിയമാണ്, പിന്നെ ഗാലിയമാണ്, അലൂമിനിയമാണ്, ഇൻഡിയമാണ്. അപ്പൊ നമ്മൾ നോർമലി അത് പഠിക്കാനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറയുന്നത്, നോക്കൂ, ഇങ്ങനെ ഒരു W നമ്മൾ വരച്ചു വെക്കും. ആ W വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഏറ്റവും മുകളിൽ ബോറോൺ, പിന്നെ താലിയം, പിന്നെ ഗാലിയം, പിന്നെ അലൂമിനിയം, പിന്നെ ഇൻഡിയം. കണ്ടോ? അപ്പൊ ആ ഒരു W വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നമുക്കത് ഓർത്ത് വെക്കാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയാം, ആസ് വി മൂവ് ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ്. ഇവിടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ബോറോണിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, പക്ഷെ അലൂമിനിയത്തിനാണ് ലീസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡി അല്ലേ? ഓക്കെ. ദെൻ അയണിക് റേഡിയസ് സാധാരണ പറയുന്ന പോലെ തന്നെ ഗ്രൂപ്പിന് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഗ്രൂപ്പിന് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. മെൽറ്റിംഗ് പോയിന്റ് ബോറോൺ മുതൽ ഗാലിയം വരെ ഡിക്രീസ് ചെയ്യുകയും അവിടുന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്രൂപ്പ് 13ന്റെ ബോറോൺ, അലൂമിനിയം, താലിയം, ഇൻഡിയം, ഗാലിയം. ബാറ്റിംഗ് എന്നോർത്താൽ മതി, BATINGA. ബാറ്റിംഗ് എന്നോർത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോറോൺ, അലൂമിനിയം, താലിയം, ഇൻഡിയം, ഗാലിയം, മെൽറ്റിംഗ് പോയിന്റ് ഓർത്ത് വെക്കാൻ പറ്റും. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് മൈ ഡിയേഴ്സ്. ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് 13മായി ബന്ധപ്പെട്ട അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഫിനിഷ് ചെയ്തു. കെമിക്കൽ പ്രോപ്പർട്ടികൾ നമ്മൾ എന്താ ഓർത്ത് വെക്കണം എന്നറിയാമോ? നമ്മൾ റെഡ്യൂസിംഗ് പവർ ഓർമ്മയിൽ ഉണ്ടാവണം മക്കളെ. അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്ന ഓർഡർ റെഡ്യൂസിംഗ് പവർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ആൻഡ് ഗ്രൂപ്പ് 13 എലമെന്റുകൾക്ക് നോർമലി 2 പ്രധാനപ്പെട്ട ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ കഴിയും, +1 ആൻഡ് +3. റെഡി അല്ലേ? ആൻഡ് നിങ്ങൾ നോക്കണേ, താഴേക്ക് വരുന്തോറും +1 കൂടുതൽ സ്റ്റേബിൾ ആകും ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ +1ന്റെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള താലിയമായിരിക്കും +1ൽ ഏറ്റവും സ്റ്റേബിൾ, ഏറ്റവും മുകളിലുള്ള ബോറോൺ ആയിരിക്കും +1ൽ ലീസ്റ്റ് സ്റ്റേബിൾ. +3 എന്ന് പറയുന്നത് ഏറ്റവും മുകളിലായിരിക്കും സ്റ്റേബിൾ ആൻഡ് താഴേക്ക് വരുന്തോറും +3യുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ബോറോൺ 3+ ആണ് ഏറ്റവും സ്റ്റേബിൾ, ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ളത് താലിയം 3+ ആണ്. റെഡി? ഇനി ഓർത്ത് വെക്കുക, താലിയം 3+ എന്ന് പറയുന്നവൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. കാരണം അവൻ എപ്പോഴും താലിയം +1ലേക്ക് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഗാലിയം +1 എന്ന് പറയുന്നത് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാരണം ഗാലിയം +1ൽ എപ്പോഴും ഗാലിയം 3+ലേക്ക് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാകും. റെഡി അല്ലേ? ആൻഡ് ബോറോണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ അനോമലസ് പ്രോപ്പർട്ടികളിൽ ഒന്ന്, അവന് മാക്സിമം കാണിക്കാവുന്ന കോവാലൻസി 4 ആണ്. കാരണം ബോറോണിൽ എന്തില്ല? ഡി ഓർബിറ്റലുകൾ ആബ്സെന്റ് ആണെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ, മറന്നു പോകാൻ പാടില്ല നിങ്ങളത്. റെഡി? ഇനി നമ്മൾ നോക്കേണ്ടത് ഹാലൈഡുകളാണ്. ഗ്രൂപ്പ് 13 എലമെന്റുകളുടെ ഹാലൈഡുകളെ നോക്കുമ്പോൾ അവരെല്ലാവരും ലൂയിസ് ആസിഡുകളാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ആ ലൂയിസ് ആസിഡ് സ്ട്രെങ്ത് നമ്മൾ നോക്കിയാൽ BBr3 ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ലൂയിസ് ആസിഡ്, പിന്നെ BCl3 ആണ് ഏറ്റവും വീക്കസ്റ്റ് എന്ന് പറയുന്നത് BF3 ആണ്. ഓർഡർ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്സൈഡുകളുടെ നാച്ചുറൽ നോക്കുമ്പോൾ നോക്കൂ, B2O3 മുതൽ Tl2O3 വരെ താലിയം ഓക്സൈഡ് വരെയുള്ള ഓക്സൈഡുകൾ എടുക്കുമ്പോൾ താഴേക്ക് വരുന്തോറും അസിഡിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും ആസ് യൂഷ്വൽ. കാരണം താഴേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും, അസിഡിക് ക്യാരക്ടർ കുറയും. അപ്പോൾ ആൻഡ് ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? താഴേക്ക് വരുന്നതോറും ഓക്സൈഡുകൾക്ക് ഇൻക്രീസ് ചെയ്യും. ഇതേ ട്രെൻഡ് തന്നെയാണ് ഹൈഡ്രോക്സൈഡുകളിലും കാണിക്കുക. നമുക്കറിയാം BOH ത്രൈസ് എന്ന് പറയുന്നത് ഓർത്തോബോറിക് ആസിഡ് ആണ്.
അത് അസിഡിക് ആണ്. ആൻഡ് താലിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ്ലി ബേസിക് ആണ്. അപ്പോൾ ഓക്സൈഡുകളുടെയും ഹൈഡ്രോക്സൈഡുകളുടെയും ട്രെൻഡ് നമ്മൾ പഠിച്ചു. ഗ്രൂപ്പ് 30 നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. ഗ്രൂപ്പ് 14 നമ്മൾ പോകുമ്പോൾ കാർബൺ ഫാമിലി എന്നാണ് അറിയപ്പെടുക. കാർബണും സിലിക്കണും ജെർമേനിയവും ടിന്നും ലെഡും ഫ്ലറോവിയവും ചേർന്ന കാർബൺ ഫാമിലിയാണ്. കാർബൺ ഫാമിലിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതിൽ ഒന്ന്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായും 3 ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിൽ അവർക്ക് ഇരിക്കാം. +2, +4 ആൻഡ് -2. റെഡി? ഇനേർട്ട് പെയർ എഫക്റ്റ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും +4ന്റെ സ്റ്റെബിലിറ്റി കുറയുകയും +2 കൂടുതൽ സ്റ്റേബിൾ ആവുകയും ചെയ്യും. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് +4 നോക്കുമ്പോൾ കാർബൺ ആയിരിക്കും +4ൽ ഏറ്റവും സ്റ്റേബിൾ, ലെഡ് ആയിരിക്കും +4ൽ ഏറ്റവും അൺസ്റ്റേബിൾ. ലെഡ് ആയിരിക്കും +2ൽ ഏറ്റവും സ്റ്റേബിൾ, കാർബൺ ആയിരിക്കും +2ൽ ഏറ്റവും അൺസ്റ്റേബിൾ. ഒരു ഇനേർട്ട് പെയർ എഫക്ട് നമുക്കറിയാം. അത് ഓക്സൈഡുകളുടെ നാച്ചുറലിലേക്ക് വരുമ്പോൾ മക്കളെ, കാർബൺ മോണോക്സൈഡ് ന്യൂട്രൽ ആണ്, ജെർമേനിയം മോണോക്സൈഡ് അസിഡിക് ആണ്, ടിന്നിന്റെയും ലെഡിന്റെയും മോണോക്സൈഡുകൾ ആംഫോട്ടറിക് ആണ്. ഡയോക്സൈഡുകളെയും അവർ ഫോം ചെയ്യും. കാർബണിന്റെയും സിലിക്കണിന്റെയും ഡയോക്സൈഡുകൾ, ജെർമേനിയത്തിന്റെയും ഡയോക്സൈഡുകൾ ആസിഡിക് ആണ്. പക്ഷെ ടിന്നിന്റെയും ലെഡിന്റെയും ഡയോക്സൈഡുകൾ ആംഫോട്ടറിക് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആംഫോട്ടറിക് ആയ ഓക്സൈഡുകൾ വളരെ ക്ലിയർ ആണ്. ടിന്നും ലെഡും ഫോം ചെയ്യുന്ന മോണോക്സൈഡുകളും ഡയോക്സൈഡുകളും ആംഫോട്ടറിക് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചുകൊണ്ട് പലപ്പോഴും ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 14 എലമെന്റുകളുടെ ഹാലൈഡുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ തെർമൽ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കണം. 2 തരം ഹാലൈഡുകളെ ഫോം ചെയ്യും. ഡൈ ഹാലൈഡുകളെയും ഫോം ചെയ്യുന്നുണ്ട്, ടെട്രാ ഹാലൈഡുകളെയും ഫോം ചെയ്യുന്നുണ്ട്. ഡൈ ഹാലൈഡുകളുടെ സ്റ്റെബിലിറ്റി എന്ന് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ടെട്രാ ഹാലൈഡുകളുടെ സ്റ്റെബിലിറ്റി താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായി കണക്റ്റഡ് ആണ്. കാരണം താഴേക്ക് വരുമ്പോൾ +4 അൺസ്റ്റേബിൾ ആവുകയും +2 കൂടുതൽ സ്റ്റേബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഈ ഓർഡർ ഇങ്ങനെയായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, അതിൽ പ്രധാനമായും ഓർത്തു വെക്കേണ്ട കാര്യം, ടെട്രാ ഹാലൈഡുകളിൽ കാർബൺ ടെട്രാ ക്ലോറൈഡിനെ ഹൈഡ്രലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ എന്തില്ല, കാർബണിൽ എന്തില്ല, ഡി ഓർബിറ്റലുകളില്ല. ബാക്കി ടെട്രാ ക്ലോറൈഡുകളൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. PbI4ഉം PbBr4ഉം ലെഡിന്റെ ടെട്രാ ഹൈഡ്രൈഡുകളും ലെഡിന്റെ ടെട്രാ ബ്രോമൈഡുകളും സാധാരണ എക്സിസ്റ്റ് ചെയ്യാറില്ല. കാരണം Pb4+ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അവൻ എന്ത് ചെയ്യും, വേഗത്തിൽ Pb2+ ആയി മാറാൻ ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ Pb4+ Pb2+ ആകുമ്പോൾ അവൻ എന്ത് ചെയ്യും മക്കളെ, അവന് റിഡക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യും, അയഡൈഡിനെ അയഡിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അല്ലെങ്കിൽ Br- ബ്രോമൈഡിനെ ബ്രോമിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ 2 പേരെയും നോർമലി നമ്മൾ കാണാറില്ല. അപ്പൊ 14ാമത്തെ ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു 15ാമത്തെ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ സ്വന്തം നൈട്രജൻ ഫാമിലിയിലേക്ക്. നൈട്രജനും ഫോസ്ഫറസും ആഴ്സനിക്കും ആന്റിമണിയും ബിസ്മത്തും മോസ്കോവിയവുമുള്ള 15ാമത്തെ ഗ്രൂപ്പ്. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മക്കളെ നിങ്ങൾ നോക്കുക, നൈട്രജനും ഫോസ്ഫറസും നോൺ മെറ്റലുകളാണെന്നും ആഴ്സനിക്കും ആന്റിമണിയും മെറ്റലോയിഡുകളാണെന്നും ബിസ്മത്ത് എന്ന് പറയുന്നവൻ മെറ്റൽ ആണെന്നും നമുക്കറിയാം. ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ, ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ, കാറ്റിനേഷന്റെ ഓർഡർ, ഇത്രയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അവിടെ മക്കളെ ഓർത്തു വെക്കുക, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആഴ്സനിക്കിനാണ്, പിന്നെ ആന്റിമണിയാണ്, ബിസ്മത്ത് ആണ്, ഫോസ്ഫറസ് ആണ്, നൈട്രജൻ ആണ്. റെഡി അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ആഴ്സനിക്കിന് ഏറ്റവും കൂടുതൽ, നൈട്രജൻ ഏറ്റവും കുറവ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ആസ് യു മൂവ് ഡൗൺ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. അതേ ട്രെൻഡ് തന്നെയാണ്. പക്ഷേ ആന്റിമണിക്കും ബിസ്മത്തിനും ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടാതെ പോകരുത്. കാറ്റിനേഷൻ നമ്മൾ നോക്കുമ്പോൾ 15ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും നന്നായി കാറ്റിനേഷൻ ചെയ്യുന്ന ഒരാളുള്ളത് അത് ഫോസ്ഫറസ് ആണ്. അപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ കാറ്റിനേഷൻ നെഗ്ലിജിബിൾ ടെൻഡൻസി ആയിരിക്കും എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കുന്നുണ്ട്. ഗ്രൂപ്പ് 15 എലമെന്റുകളുടെ ഹൈഡ്രൈഡുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നോക്കൂ, അവരുടെ ബോണ്ട് ലെങ്ത്തിന്റെ കാര്യം, അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, തെർമൽ സ്റ്റെബിലിറ്റി, റെഡ്യൂസിംഗ് ക്യാരക്ടർ, ബേസിക് ക്യാരക്ടർ, ബോണ്ട് ആംഗിൾ, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇത്രയും നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അതിൽ താഴെ, അതായത് NH3 മുതൽ നമ്മൾ BaH3 വരെ എടുക്കുമ്പോൾ താഴേക്ക് വരുന്നതോറും ഇൻക്രീസ് ചെയ്യുന്ന പ്രോപ്പർട്ടികൾ ഏതൊക്കെയാ, അതായത് ഈ ഒരു ഓർഡർ കാണിക്കുന്ന പ്രോപ്പർട്ടികൾ ഏതൊക്കെയാ? NH3 ലെസ് ദാൻ, PH3 ലെസ് ദാൻ, ASH3 ലെസ് ദാൻ, SbH3 ലെസ് ദാൻ, BiH3 എന്ന് പറയുന്ന ഓർഡർ കാണിക്കുന്ന പ്രോപ്പർട്ടികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നോക്കൂ, ദാ ഡിസ്റ്റൻസ്, ബോണ്ട് ലെങ്ത്, അതുപോലെ തന്നെ റെഡ്യൂസിങ് ക്യാരക്ടർ, then
മെൽറ്റിംഗ് പോയിന്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഈ 3 പ്രോപ്പർട്ടികളാണ് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് കാണിക്കുക. അതേസമയം താഴേക്ക് വരുന്തോറും ഡിക്രീസ് കാണിക്കുന്ന പ്രോപ്പർട്ടികൾ ഏതൊക്കെയാ? NH3 ഗ്രേറ്റർ ദാൻ, PH3 ഗ്രേറ്റർ ദാൻ, ASH3 ഗ്രേറ്റർ ദാൻ. നോക്കൂ മക്കളെ, SbH3. ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്കത് ഓർത്തു വെക്കാൻ വേണ്ടി കഴിയും. നോക്കൂ, ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകൾ ആരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. താഴേക്ക് വരുന്തോറും ഹൈഡ്രേറ്റുകൾ താഴേക്ക് വരുന്തോറും ഡിക്രീസ് കാണിക്കുന്നത് ബോണ്ട് എൻതാൽപ്പിയിലുണ്ട്, തെർമൽ സ്റ്റെബിലിറ്റിയിലുണ്ട്, ബേസിക് ക്യാരക്ടറിലുണ്ട്, ബോണ്ട് ആംഗിളിലുണ്ട്. ഇത്രയും ആളുകൾ താഴേക്ക് വരുന്തോറും ഡിക്രീസ് ആണ് കാണിക്കുക. ആൻഡ് മെൽറ്റിംഗ് പോയിന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം മക്കളെ, ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് അമോണിയയ്ക്കാണ്, ഏറ്റവും കുറവ് ഫോസ്ഫീൻ ആണ്, PH3ക്കാണ്. സോ ഈ ഒരു ഓർഡർ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ പറഞ്ഞ 2 കാറ്റഗറിയിൽ പെടുന്നതാണ്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രൂപ്പ് 15 എലമെന്റുകളുടെ ഓക്സൈഡുകളെ നമ്മൾ എടുക്കുമ്പോൾ അസിഡിക് ക്യാരക്ടർ കാണിക്കുന്ന 2 ഓക്സൈഡുകൾ N2O3യും P2O3യും ആണെങ്കിൽ മക്കളെ, ആഴ്സനിക്കിന്റെ ഓക്സൈഡും ആന്റിമണി ഓക്സൈഡും ആംഫോട്ടറിക് ആണ് എന്നും ബിസ്മത്തിന്റെ ഓക്സൈഡിലേക്ക് വരുമ്പോൾ അവൻ ബേസിക് ആണെന്നും പറയേണ്ടി വരും. അപ്പോൾ ഓക്സൈഡുകളുടെ നാച്ചർ ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 16ാമത്തെ ഗ്രൂപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, സെലീനിയം ഉണ്ട്, ടെലൂറിയം ഉണ്ട്, പൊളോണിയം ഉണ്ട് ആൻഡ് ലിവർമോറിയം ഉണ്ട്. ഇത്രയും ആളുകൾ നിങ്ങളെ ഗ്രൂപ്പ് 16ൽ കാത്തിരിക്കുന്നുണ്ട്. ഓക്സിജൻ ഫാമിലിയാണ്. അതിൽ ഓക്സിജനും സൾഫറും നോൺ മെറ്റൽ ആണെങ്കിൽ സെലീനിയവും ടെലൂറിയും മെറ്റലോയിഡ് ആണ് ആൻഡ് പൊളോണിയവും ലിവർമോറിയവും മെറ്റലുകളാണ്. ഓക്കെ, പ്രോപ്പർട്ടികൾ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോൾ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും ആസ് യൂഷ്വൽ അല്ലെ. അയണൈസേഷൻ എൻതാൽപ്പി താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്യും ആസ് യൂഷ്വൽ. ഇതൊക്കെ യൂഷ്വൽ ട്രെൻഡുകളാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ശ്രദ്ധ വേണ്ടത്. അതായത് താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെസ് നെഗറ്റീവായി മാറും. ആൻഡ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിജൻ ആയിരിക്കും ഏറ്റവും എന്താ പറയുക ലെസ് നെഗറ്റീവായ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഓക്സിജൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൾഫർ മുതലാണ് നമ്മൾ ആ ട്രെൻഡ് പറയുക, ഏറ്റവും അവസാനമാണ് ഓക്സിജൻ വരിക. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒരേ ട്രെൻഡാണ് കാണിക്കുക. ടെലൂറിയം, പൊളോണിയം, സെലീനിയം, സൾഫർ, ഓക്സിജൻ. റെഡി അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ടെപ്പോ സേസോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അനുസരിക്കുന്ന ഓർഡർ ഒരേ ഓർഡറാണ്. ഓർത്തു വെച്ചാൽ മതി. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. മക്കളെ, ഗ്രൂപ്പ് 16 എലമെന്റുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടികളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തു വെക്കണം? ഹൈഡ്രൈഡുകളുടെ കാര്യങ്ങൾ ഓർത്തു വെക്കണം നിങ്ങൾ. ഗ്രൂപ്പ് 16 എലമെന്റുകളുടെ ഹൈഡ്രൈഡുകളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അവിടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്യും. H2O ഗ്രേറ്റർ ദാൻ, H2S ഗ്രേറ്റർ ദാൻ, H2SC ഗ്രേറ്റർ ദാൻ, H2T. കാരണം വലിപ്പം കൂടുന്തോറും ഇലക്ട്രോണെഗറ്റിവിറ്റി കുറയും തോറും ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. തെർമൽ സ്റ്റെബിലിറ്റിയും ഇതേ ഓർഡർ തന്നെയാണ് കാണിക്കുക. താഴേക്ക് വരുന്തോറും തെർമൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. മക്കളെ, ആസിഡിക് ക്യാരക്ടർ എന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആയ ഓർഡർ ആണ്. റെഡ്യൂസിങ് പവറും നേരെ റിവേഴ്സ് ഓർഡർ ആണ്. അപ്പൊ 2 ഓർഡറുകളാണ്. ഒന്നുകിൽ H2O മുതൽ H2T വരെ ഡിക്രീസ്, അല്ലെങ്കിൽ H2T മുതൽ H2O വരെ ഡിക്രീസ്, ഏതെങ്കിലും ഒരു ഓർഡർ. അപ്പൊ ആദ്യത്തെ 2 പേരും ബോണ്ട് ആംഗിളും തെർമൽ സ്റ്റെബിലിറ്റിയും ഒരേ ഓർഡർ ആണ് കാണിക്കുക. അസിഡിക് ക്യാരക്ടറും റെഡ്യൂസിങ് പവറും ഒരേ ഓർഡർ ആണ് കാണിക്കുക. ഓർത്തു വെക്കണം നിങ്ങളത്. ആൻഡ് ബോയിലിംഗ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വാട്ടറിനാണ് ഡ്യൂ ടു ദി ഇന്റർമോളിക്കുലർ എച്ച് ബോണ്ടിങ്. ഏറ്റവും കുറവ് ഹൈഡ്രജൻ സൾഫൈഡിനാണ്. ഹൈഡ്രജൻ സൾഫൈഡ് ഒരു ഗ്യാസ് ആണ് എന്ന് നമുക്കറിയാം. റെഡി അല്ലേ? അപ്പൊ ഈ ഒരു ഓർഡറിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്. ഓർത്തു വെക്കണം നിങ്ങൾ. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് അതിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ, റെഡി അല്ലേ? അങ്ങനെ 16ാമത്തെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ 17ാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കും. 17ൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ ഹാലോജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ആൻഡ് ടെന്നസിൻ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കപ്പെട്ട എലമെന്റ്. അതിൽ ഫ്ലൂറിനും ക്ലോറിനും അടക്കമുള്ള സകലമാന ആളുകളും നോൺ മെറ്റലുകളാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടികളിൽ മക്കളെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും. അയണൈസേഷൻ എൻതാൽപ്പി താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്യും. നമ്മൾ ഹാലോജൻസ്, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഈ 4 പേരുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ എക്സെപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. കാരണം ഫ്ലൂറിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആര് കാണിക്കും? ക്ലോറിൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൂറിനും ക്ലോറിനും ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് നടത്തുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇലക്ട്രോ നെഗറ്റിവിറ്റി താഴേക്ക് വരുന്തോറും ഡിക്രീസ് ആണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി താഴേക്ക് വരുന്തോറും ഡിക്രീസ് ആണ്. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമ്മൾ നോക്കുമ്പോൾ താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കണേ, താഴേക്ക് വരുന്തോറും ഇൻക്രീസ് കാണിക്കുന്ന ട്രെൻഡുകൾ ഏതൊക്കെയാ? അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ്
അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇവർ 3 പേരും ഒരേ ട്രെൻഡാണ് കാണിക്കുക. അതേസമയം മക്കളെ നിങ്ങൾ നോക്കണേ, അതിനിടയിൽ കിടക്കുന്ന 4 പേരും അയണൈസേഷൻ എന്താൽപ്പി ആണെങ്കിലും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ആണെങ്കിലും അതുപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെങ്കിലും ഹൈഡ്രേഷൻ എന്താൽപ്പി ആണെങ്കിലും ഒരേ ട്രെൻഡാണ്. ആസ് വി മൂവ് ഡൗൺ ഇറ്റ് ഡിക്രീസസ് ഡൗൺ. പക്ഷേ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയിൽ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ഫ്ലൂറിൻ അല്ല മുന്നിൽ ഉണ്ടാകുക. ഫ്ലൂറിനും ക്ലോറിനും പൊസിഷൻസ് പരസ്പരം വെച്ചു മാറുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ബോണ്ട് ലെങ്ത്തും ബോണ്ട് എൻതാൽപ്പിയും നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ബോണ്ട് ലെങ്ത്തും ബോണ്ട് എൻതാൽപ്പിയും പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെൻഡുകളാണ് കാണിക്കുക. ബോണ്ട് ലെങ്ത് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും, കാരണം സൈസ് കൂടുന്തോറും ആറ്റങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് കൂടും, അപ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി അതിനനുസരിച്ച് കുറയാണ് ചെയ്യുക. ബോണ്ട് എൻതാൽപ്പി അതിനനുസരിച്ച് കുറയും. അവിടെ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട് മക്കളെ. നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ ബോണ്ട് എൻതാൽപ്പി ഫ്ലൂറിൻ അല്ല, ഫ്ലൂറിൻ ബ്രോമിനും അയഡിനും ഇടയിലാണ് ആര് വരിക, ഫ്ലൂറിന്റെ ബോണ്ട് എൻതാൽപ്പി വാല്യൂ വരിക. റെഡിയാണോ? അപ്പോൾ താഴേക്ക് വരുന്തോറും ഡിക്രീസ് ആണ്. ക്ലോറിനാണ് ഏറ്റവും കൂടുതൽ, ബ്രോമിനാണ് അതിനേക്കാൾ താഴെ, അതിലും താഴെ അയഡിനുണ്ട്. അപ്പോൾ ബ്രോമിനും അയഡിനും ഇടയിൽ വേണം ബോണ്ട് എൻതാൽപ്പിയിൽ നിങ്ങൾ എന്ത് വെക്കാൻ, ആരെ വെക്കാൻ, ഫ്ലൂറിനെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ഗ്രൂപ്പ് 17 അല്ലെങ്കിൽ ഹാലോജനുകളെ കുറിച്ച് പഠിക്കുമ്പോഴെല്ലാം എൻ്റെ മക്കൾ അവരുടെ ഹൈഡ്രൈഡുകളുടെ പ്രോപ്പർട്ടീസ് ഓർത്തു വെക്കണം നിർബന്ധമായിട്ടും. നോക്കൂ, ഹൈഡ്രൈഡുകൾ എന്ന് പറയുമ്പോൾ HF, HCl, HBr, HI പ്രധാനമായും 2 ട്രെൻഡാണ് ഉണ്ടാവുക. ഒന്നുകിൽ HF ലെസ് ദാൻ, HCl ലെസ് ദാൻ, HBr ലെസ് ദാൻ, HI, അല്ലെങ്കിൽ HF ഗ്രേറ്റർ ദാൻ, HCl ഗ്രേറ്റർ ദാൻ, HBr ഗ്രേറ്റർ ദാൻ, HI. റെഡി അല്ലേ? ആദ്യത്തെ ട്രെൻഡ് കാണിക്കുന്നത് ബോണ്ട് ലെങ്ത്, ആസിഡ് ക്യാരക്ടർ, റെഡ്യൂസിങ് ക്യാരക്ടർ, മെൽറ്റിംഗ് പോയിന്റ്, ഇത്രയും ആദ്യത്തെ ട്രെൻഡാണ് കാണിക്കുക. ആസ് വി മൂവ് ഡൗൺ അതെല്ലാം ഇൻക്രീസ് ചെയ്യും, HF മുതൽ HI വരെ. പക്ഷെ ബോണ്ട് എൻതാൽപ്പിയും തെർമൽ സ്റ്റെബിലിറ്റിയും ഈ ട്രെൻഡിന് ഓപ്പോസിറ്റ് ആണ് കാണിക്കുക. HF മുതൽ HI വരെ അത് ഡിക്രീസ് ആണ് കാണിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ അത് ഇൻക്രീസ് ആണ്, ഇവിടെ അത് ഡിക്രീസ് ആണ്. ഇനി ബോയിലിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട് മക്കളെ. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് HFനാണ്, നോ ഡൗട്ട്. കാരണം ഇന്റർമോളിക്കുലർ H ബോണ്ടിങ് അവർക്കിടയിൽ പോസിബിൾ ആണ്. 2ാം സ്ഥാനം HIക്കാണ്, പിന്നെ HBrനാണ്, പിന്നെ HClനാണ്. ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചോ. നിങ്ങൾക്കത് ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ 17ാമത്തെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നമ്മൾ റിവൈസ് ചെയ്ത് ഒക്കെ നമ്മൾ പഠിച്ച് നേരെ നമ്മൾ 18ാമത്തെ ഗ്രൂപ്പിലേക്ക് കടക്കുമ്പോൾ, ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസസിലേക്ക് കടക്കുമ്പോൾ അവിടെ ഹീലിയവും നിയോണും ആർഗണും ക്രിപ്റ്റണും സെനോണും റഡോണും ഓഗനസണും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആർഗണിനാണ് എന്നുള്ള കാര്യവും ഏറ്റവും കുറവ് റഡോണിനാണ് എന്നുള്ള കാര്യവും എൻ്റെ മക്കൾ ഓർത്തു വെക്കണം. അയണൈസേഷൻ എന്താൽപ്പി ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഡിക്രീസ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ട്രെൻഡ് തന്നെയാണ് കാണിക്കുക, എക്സെപ്ഷൻ ഇല്ല. അറ്റോമിക് റേഡിയസ് താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യും എന്ന് പഠിച്ചിട്ടുണ്ട്. അതേ ട്രെൻഡ് തന്നെയാണ് അവർ കാണിക്കുക, നോ ഇഷ്യൂസ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ കേസിൽ മാത്രം നിങ്ങൾ നോക്കണേ, താഴേക്ക് വരുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ത് ചെയ്യും, കുറഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് അതിൽ ആർഗണിനും ക്രിപ്റ്റണിനും ഒരേ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവ് ആയിരിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നോബിൾ ഗ്യാസുകളുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത് നോർമലി പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് വാല്യൂ ആണ് താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്ത് വരുന്നത്. റെഡി അല്ലേ? ആണ്. അവിടെ ആർഗണിനും ക്രിപ്റ്റണിനും ഒരേ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒരേ ട്രെൻഡാണ് കാണിക്കുക. താഴേക്ക് വരുന്തോറും മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നോ ഡൗട്ട് ഇൻ ദാറ്റ് കേസ്. മക്കളെ, നോബിൾ ഗ്യാസുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാനൊന്നും പ്രത്യേകിച്ചില്ല. കാരണം നോബിൾ ഗ്യാസുകൾ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ ലെസ് റിയാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇനേർട്ട് ആണ്. കാരണം പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവർക്ക് വാലൻസ് ഷെല്ലിലുള്ളത്. NS2 NP6 അവസാനിക്കുന്ന കംപ്ലീറ്റ്ലി ഫിൽഡ് ആയ ഒക്ടറ്റ് കംപ്ലീറ്റഡ് ആയ വാലൻസ് ഷെൽ ആണുള്ളത്. അതാണ് ഒരു റീസൺ. 2ാമത്തെ റീസൺ എന്ന് പറയുന്നത് അയണൈസേഷൻ എന്താൽപ്പി വളരെ ഹൈ ആയിരിക്കുകയും പോസിറ്റീവായ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഉണ്ടാവുകയും ചെയ്യുന്ന ആളുകളാണ് നോബിൾ ഗ്യാസുകൾ. സോ ഈ പറഞ്ഞ 3 കാരണങ്ങൾ കൊണ്ടും അവർ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മക്കളെ, വളരെ കുറവാണ് മക്കളെ. ഓക്കെ, സോ ഇത്രയും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നതിലെ 6 ഗ്രൂപ്പുകളിലെയും പ്രധാനപ്പെട്ട സകല സംഗതികളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗംഭീരമായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.